Angles and Angles-ലെ പേജ് നമ്പർ 47-ലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. That circle drawn on the equal side of an isosceles triangle whose diameter pass through the midpoint of the third side. Circle drawn on the equal side of an isosceles triangle. Isosceles triangle-ന്റെ ആ രണ്ട് സൈഡിലൂടെയും ഈക്വൽ സൈഡിലൂടെയും സർക്കിൾ എന്ത് ചെയ്തിരിക്കുന്നു, വരച്ചിരിക്കുന്നു. അതെന്താണ്? ഡയാമീറ്റർ ആണ്. പാസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി തേർഡ് സൈഡ്. അത് ഏതിലൂടെ കടന്നു പോകുന്നു? മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? അതാദ്യം മനസ്സിലാക്കുക. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത രണ്ട് സൈഡ് എന്താണെന്ന്? ഈക്വൽ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണ്. ടു സൈഡ് ഈക്വൽ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ സൈഡും ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലേ? അപ്പോ ഓപ്പോസിറ്റ് സൈഡ് are also equal. നമുക്കറിയാം. അല്ലേ? ഇനി നമ്മൾ വേറെ റൂൾ പഠിച്ചിട്ടുണ്ട്. എന്താ റൂള്? ഒരു സർക്കിളിന്റെ ഡയാമീറ്ററിലൂടെ കടന്നു പോകുന്ന ലൈൻ ആ സർക്കിളിൽ പോയി ടച്ച് ചെയ്തൊരു ട്രയാങ്കിൾ വരച്ചാൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അല്ലേ? അത് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആംഗിൾ ഓഫ് സെമി സർക്കിൾ. പഠിച്ചില്ലേ? ഇനി ഇത് നോക്കി, ഇനി ചിത്രത്തിലോട്ട് വന്നേ. ഇതെന്താണെന്നാ പറഞ്ഞേ? ഡയാമീറ്റർ അല്ലേ? ഈ സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് ഈ ലൈന്. ഈ ലൈൻ നമുക്കൊന്ന് പേര് കൊടുക്കാം. എ ബി സി. ഇതിനെ നമുക്ക് പി എന്ന് കൊടുക്കാം. ഈ ജോയിന്റിന് എന്ത് കൊടുക്കാം? പി എന്നും കൊടുക്കാം. ക്ലിയർ? ഇനി നോക്കിയാ മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേതാ. ഇത് ഞാനത് ഇങ്ങനെ ഒന്ന് കൂട്ടിമുട്ടിക്കുകയാണ്. കൂട്ടിമുട്ടിച്ച് അല്ലേ? എന്ത് ചെയ്യും? കൂട്ടും. ഇനി നിങ്ങൾ നോക്കി, ഇതൊരു ഡയാമീറ്റർ അല്ലേ? എ ബി എന്താണ്? ആ എ ബിയിലേക്ക് നിന്ന് ഈ സർക്കിളിലേക്ക് ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ബി പി എന്നും എ പി എന്നും പറയുന്ന ഈ ലൈൻ സർക്കിളിൽ മുട്ടിയിരിക്കുകയല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഡയാമീറ്റർ ലൈൻ സർക്കിളിൽ മുട്ടിയിരിക്കുകയല്ലേ? അത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി. അത് എത്ര ആയിരിക്കും? അപ്പൊ നമുക്ക് പറയാം എ പി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ബി എസ് ഡയാമീറ്റർ. എ ബി എസ് ഡയമീറ്റർ ആണെങ്കിൽ എന്ത് വരും? എ പി ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ആംഗിൾ എ പി ബി എത്രയായിരിക്കും? 90 ഡിഗ്രി, അല്ലേ? കാരണം എന്താ? ആംഗിൾ ഓഫ്, അത് എഴുതിയിടണം കേട്ടോ, ആംഗിൾ ഓഫ് സെമി സർക്കിൾ. ഇനി രണ്ടാമത്തെ ഇത് നോക്കിയേ, എ സി ഡയമീറ്റർ ആണെങ്കിലോ? ACS diameter. ACS diameter ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ പി സി എത്ര ആയിരിക്കും? ആവത്തില്ലേ? ആംഗിൾ എ പി സി 90 ഡിഗ്രി. അത് എന്ത് തന്നെയാണ്? ആംഗിൾ ഓഫ് സെമി സർക്കിൾ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആണ്. ഇനി ഇത് രണ്ട് സൈഡും എന്താണ്? ഈക്വൽ ആണ്. എ പി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, എ പി അല്ലേ? 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ അല്ലേ? 90 ഡിഗ്രിയിലല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എ പി ഇതിന് ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ് കേട്ടോ. ഇത് രണ്ടും താഴത്തേനെ എഴുതണം. ഇപ്പൊ രണ്ടായിട്ട് എഴുതിയെന്നേ ഉള്ളു. അപ്പോ ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇതിനെ എന്ത് ചെയ്യണം? ഇങ്ങനെ ടച്ച് ചെയ്യുമല്ലേ? അത് എത്ര ഡിഗ്രിയിലാ? 90 ഡിഗ്രി. അപ്പൊ നമുക്ക് പറയാം ഇതെന്താണെന്ന്? പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം, അല്ലേ? അപ്പൊ നമുക്ക് പറയാം എ പി എന്ന് പറയുന്നത് ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? ബി സിക്ക്. ഇത് എ, ഇത് പി, ഇത് ബി, ഇത് സി. എ പി ആർക്ക് പെർപെൻഡിക്കുലർ ആണ്? ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ പി പെർപെൻഡിക്കുലർ
BC അല്ലേ? അങ്ങനെ പെർപെൻഡിക്കുലർ ആയത് എങ്ങനെയാ മുറിച്ചിരിക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഭാഗവും ഈക്വൽ ആയിട്ടല്ലേ? നമുക്ക് പറയാം ഇത് എന്താണെന്ന് പറയാം, ബൈസെക്ട് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞൂടെ? AP എന്ത് ചെയ്തിരിക്കുകയാണ്? ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആയിട്ട് മുറിക്കുക, അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ? അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയും. മനസ്സിലാ? ഇങ്ങനെ പറയും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രിയിൽ വന്നിങ്ങനെ മുട്ടുന്നതാണ് ഏതെന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ. ഈക്വൽ ആയിട്ട് മുറിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ബൈസെക്ടർ എന്ന് പറയും. ഇത് നോക്കിയേ, ഇങ്ങനെ വന്ന് കറക്റ്റ് ഈ മൂലയിൽ നിന്ന് ഇങ്ങനല്ലേ വന്ന് മുറിച്ചിരിക്കുന്നേ അല്ലേ? ഈ വെർട്ടിസസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? മുട്ടിയിരിക്കുകയാണ്. കറക്റ്റ് 90 ഡിഗ്രിയിൽ വന്ന് മുട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം BPയും PCയും, ദാറ്റ് ഈസ് ഈ AP എന്ന് പറയുന്നത് എന്താണെന്ന്? ബൈസെക്ടർ ആണ്. ആർക്ക് ബൈസെക്ടർ ആണ്? BCക്ക്. അപ്പൊ APS ബൈസെക്ടർ ഓഫ്, കാണാൻ പറ്റുന്നുണ്ടോ? APS ബൈസെക്ടർ ഓഫ് BC. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം BPയും PCയും എന്താണെന്ന് പറയാം? ഈക്വൽ ആണ്. എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അപ്പോ ഇങ്ങനെ എഴുതട്ടെ, ഈ ഭാഗം ഇങ്ങോട്ടേ എഴുതട്ടെ, മൊത്തത്തിൽ സൈഡിലോട്ടേ എഴുതട്ടെ. നമുക്ക് മൊത്തത്തിൽ എങ്ങനെ പറയാം? ആദ്യം AB എന്ന് പറയുന്നത് എന്താണ്? ABS ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ APB is equal to 90 degree. Angle of semicircle. Clear അല്ലേ? AC as a diameter, angle APC 90 degree. അത് എന്ത് തന്നെയാണ്? ആംഗിൾ ഓഫ് സെമി സർക്കിൾ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് അതിൽ നിന്ന് പറയാം എന്തെന്ന് പറയാം? AP എന്ത് ചെയ്തിരിക്കുകയാണ്? പെർപെൻഡിക്കുലർ. കാരണം രണ്ടും 90 ഡിഗ്രി അല്ലേ? അപ്പൊ നമുക്ക് പറയാം AP എന്താണ്? പെർപെൻഡിക്കുലർ ടു BC. ക്ലിയർ അല്ലേ? എന്നിട്ട് നമുക്ക് പറയാം AP എന്ന് പറയുന്നത് എന്താണ്? ബൈസെക്ടർ ആണ്. AP ബൈസെക്ട് ആരെ? BCയെ നമുക്ക് കൊടുക്കാം. P is the midpoint of BC. P is the midpoint of BC. എന്നിട്ട് നമുക്ക് പറയാം എന്താണ്? hence BP is equal to PC. P is the midpoint ആണ്, BP എന്താണ്? അപ്പൊ ഒന്നും കൂടി എന്താവും? ക്ലിയർ ആവും. അപ്പൊ നമുക്ക് പറയാം hence it is proved. ക്ലിയർ? hence it is proved. സെറ്റ് ആയ? മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. Prove that all the circle drawn on the four side of a rhombus. റോംബസിന്റെ 4 സൈഡിലൂടെയും എന്ത് വരച്ചിരിക്കുക? സർക്കിൾ വരച്ചിരിക്കുന്നു. ഡയമീറ്റർ പാസ് ത്രൂ എ കോമൺ പോയിന്റ്. ആ ഡയമീറ്റർ എല്ലാം കടന്നു പോകുന്നത് ഒരു കോമൺ പോയിന്റിലൂടെയാണ് എന്ന് എന്ത് ചെയ്യണം? നമ്മള് പ്രൂവ് ചെയ്യണം. എല്ലാം ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? കോമൺ പോയിന്റിലൂടെ. ആ കോമൺ പോയിന്റ് കോമ്പസ് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ഒരു ചിത്രം വരച്ചിരിക്കുകയാണ്. നിങ്ങൾ കറക്റ്റിന് വരച്ചു നോക്കിയാൽ മതി. നോക്കി ആദ്യം നമുക്ക് ഈ ലൈൻ, ഈ ജോയിന്റ് ആയിട്ടുള്ളതിനെ നമുക്ക് കണക്ട് ചെയ്ത് പോവാം. ഇതിന് നമുക്ക് E എന്നും B എന്നും പേര് കൊടുക്കാം. ഇതിന് നമുക്ക് P എന്നും Q എന്നും പേര് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കുക എല്ലാവരും, ഇവിടെ AB എന്നും PQ എന്നും രണ്ട് ലൈനുകൾ നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ഇവിടെ ഇതൊരു ഡയാമീറ്റർ ആക്കി എടുത്തു കഴിഞ്ഞാല് ഈ പോയിന്റ് സർക്കിളിലല്ലേ പോയി തട്ടിയിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി വരും. ഈ AQനെ ഒരു ഡയാമീറ്റർ ആക്കി എടുത്താൽ ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി അല്ലേ? ഇനി ഈ PBയെ ഒരു ഡയമീറ്റർ ആക്കി എടുത്താൽ ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി. ഇനി ഈ QBയെ ഒരു ഡയമീറ്റർ ആക്കി എടുത്താൽ ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. APS ഡയമീറ്റർ. APS ഡയമീറ്റർ. പിന്നെ അടുത്ത ഡയമീറ്റർ ഏതാ? VP അല്ലേ? VPS ഡയമീറ്റർ. ആംഗിൾ AOPയും ആംഗിൾ BOPയും എത്ര ഡിഗ്രി ആണെന്ന്?
90 ഡിഗ്രി ആണെന്ന് പറയാം. ആംഗിൾ എ ഒ പി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. എന്താ കാര്യം? ആംഗിൾ ഓഫ് സെമി സർക്കിൾ. അടുത്തത് ആംഗിൾ ഓഫ് ബി ഒ പി. ബി ഒ പിയും എത്ര ഡിഗ്രി ആണെന്ന് പറയാം? 90 ഡിഗ്രി. അത് എന്ത് തന്നെയാണ്? ആംഗിൾ ഓഫ് സെമി സർക്കിൾ. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ നിങ്ങള് ഈ എ ഒ പിയും എ ഒ ക്യൂ അടുത്തതാണ്. അടുത്ത നമ്മൾ എടുക്കാൻ പോണ ഏതൊക്കെയാ? ഈ എ പി എന്ന് പറയുന്ന ഡയമീറ്ററും എ ക്യൂ എന്ന് പറയുന്ന ഡയമീറ്ററും. ഇപ്പൊ എടുത്തത് ഇത് രണ്ടും അല്ലേ? ഇനി അടുത്ത എടുക്കാൻ പോണ ഏതൊക്കെയാ? ഇത് രണ്ടും. ക്ലിയർ? നോക്കിയേ, അതിനകത്ത് എടുക്കുന്നത് എ പി ഡയമീറ്റർ, അടുത്തത് എ ക്യൂ ഡയമീറ്റർ, ആംഗിൾ ഏതൊക്കെയാണ്? എ ഒ പിയും ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് എ ഒ ക്യൂ ആംഗിൾ എ ഒ ക്യൂ എത്ര ഡിഗ്രി? കാരണം എന്താ? ആംഗിൾ ഓഫ് സെമി സർക്കിൾ. ഇവിടെയും ആംഗിൾ ഓഫ് സെമി സർക്കിൾ. ക്ലിയർ അല്ലേ? ഇതും എടുത്തു, ഇതും എടുത്തു. സെറ്റ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞ എഴുതി നോക്കാൻ പറഞ്ഞു. ഇനി നോക്കിയാൽ നിങ്ങൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താ? എ ഒ പിയും എ ഒ ക്യൂവും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. എത്ര കിട്ടും? 180 ഡിഗ്രി. ഇനി ഇത് നോക്കിയേ, എ ഒ പിയും ബി ഒ പിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി. ഇതിന്റെ അർത്ഥം ഇതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? മനസ്സിലായോ പറഞ്ഞ കാര്യം? നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ നോക്കിട്ടെ, ഞാനിത് ഇത് എഴുതിയല്ലോ, എഴുതിയില്ലേ? ഇനി നോക്കിയേ, ഇതിൽ നിന്ന് നമുക്ക് പറയാം ആംഗിൾ എ ഒ പിയും ആംഗിൾ എ ഒ ക്യൂ എന്താണെന്ന് പറയാം? 90 ഡിഗ്രിയാണ്. എന്താണെന്ന് പറയാം? 90. ആംഗിൾ എ ഒ പിയും പ്ലസ് ആംഗിൾ എ ഒ പിയും ആംഗിൾ ബി ഒ പിയും ആംഗിൾ ബി ഒ പിയും എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇതും ഇതും എത്രയാണ്? 90 ഡിഗ്രി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന ലൈനിൽ O എന്ന് പറയുന്ന അതിനകത്തുള്ള ഒരു പോയിന്റ് അല്ലേ? നമുക്ക് പറയാം എ ബി ഇസ് എ ലൈൻ, എ ബി ഇസ് എ സ്ട്രൈറ്റ് ലൈൻ, സ്ട്രൈറ്റ് ലൈൻ, O is on the point, O is on the point. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കിയേ, അടുത്ത ഏതൊക്കെയാ വരുന്നത്? ഇത് രണ്ടും ഇപ്പൊ എടുത്ത് അടുത്ത ഏതൊക്കെ? എ ഒ പിയും എ ഒ ക്യൂ ആംഗിൾ എ ഒ പി പ്ലസ് ആംഗിൾ എ ഒ ക്യൂ ഇസ് ഈക്വൽ ടു 90 പ്ലസ് 90 ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിനെ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞേ? എങ്ങനെ പറയുമെന്ന് പറഞ്ഞേ? PQ is a straight line. O is on the point. Very good. O is on the point. O is on the എന്താണ്? ആ ലൈനിന്റെ O എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുവാണ്. O is on the point. അതിനകത്ത് വരുവാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എ ബി എന്ന് പറയുന്നതിലും പി ക്യു എന്ന് പറയുന്നതിലെ പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ആൻഡ് പി ക്യു അല്ലേ? അപ്പൊ O എന്ന് പറയുന്നത് എന്താണ്? അതിനകത്ത് മിഡ് പോയിന്റ് ആണ്. O is the mid point of എ ബി ആൻഡ് പി ക്യു. മനസ്സിലായോ? എ ബി ആൻഡ് പി ക്യു. ഇനി എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യമാണ് നമ്മളെടുത്ത്? ഒരു പോയിന്റ് ഇവിടെ അല്ലേ പോയിന്റ്? അപ്പൊ നമുക്ക് എന്താ പറയാം? Hence it is proved. All circles are pass through a common point. All circles
circles are pass through a common point. Hence it is ഇത്രയുള്ള കാര്യം. എളുപ്പമല്ലേ? വലിയ കാര്യമുണ്ടോ? സിമ്പിൾ കാര്യമല്ലേ? ഇത് രണ്ടും മനസ്സിലാക്കുക, ഇത് രണ്ടും മനസ്സിലാക്കുക. ആ ലൈനെ ഒന്ന് എടുത്ത് 180 എഴുതുക, ഒരു കോമൺ പോയിന്റ് ആണെന്ന് എഴുതുക. ഇത്ര ഉള്ളു, ഫിനിഷ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദ്യം ഇതിന്റെ ഒരു വിശദമായ രൂപം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബ്ലൂ ആയിട്ടുള്ളതിന്റെയും റെഡ് ആയിട്ടുള്ളതും കൂടി ചേരുമ്പോൾ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് തുല്യമാകണം. ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക്, ഇതാണ് ഇതിന്റെ ഏരിയ, ഇതിന്റെ ഏരിയക്ക് തുല്യമാകണം. അതായത് ബ്ലൂവും റെഡും, ഏരിയ ഓഫ് ബ്ലൂ ആൻഡ് റെഡ്, അത് രണ്ടും കൂടി കൂടിച്ചേരുമ്പോൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതണം. ബാക്കിയൊന്നും എഴുതുക. പ്രൂവ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നോക്കുക. ഓരോ പിക്ചറിലെയും ആ പ്രൂവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നോക്കിയേ, ഈ ബ്ലൂവും ഈ റെഡ് കസന്റ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ, അതിന്റെ ഏരിയ കൂട്ടുമ്പോൾ ആർക്ക് തുല്യമാണെന്ന്? ഏരിയ ഓഫ് ട്രയാങ്കിളിന് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഓക്കെ, ഒരു സെമി സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സെമി സർക്കിളിന്റെ ഏരിയ, ഇതൊരു സെമി സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊരു സെമി സർക്കിൾ അല്ലേ? ഇതൊരു സെമി സർക്കിൾ അല്ലേ? സെമി സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഒരു സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? πr². അല്ലേ? സർക്കിളിന്റെ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? πr². അങ്ങനെയാണെങ്കിൽ ഒരു സെമി സർക്കിളിന്റെ ഏരിയ ഓഫ് സെമി സർക്കിൾ എന്തായിരിക്കും? ഹാഫ് πr². πr²ന്റെ പകുതി അല്ലേ? ഫുള്ള് ഒരെണ്ണത്തിന്റെ എന്ന് പറഞ്ഞാൽ πr ആണെങ്കിൽ, പകുതിയുടെ ആണെങ്കിൽ എന്തായിരിക്കും? ഹാഫ് πr². ഇത് ക്ലിയർ അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? πr²/2 എന്ന് എഴുതിക്കൂടെ? πr²/2 ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം അതാണ് നമ്മൾ എഴുതാൻ പോണത്. ആദ്യം ഈ സെമി സർക്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. മനസ്സിലായ? ഏരിയ ഓഫ് ദി സെമി സർക്കിൾ. നമുക്ക് ഇതിനെ പേര് കൊടുക്കാം. എന്ത് കൊടുക്കാം? ABC. ട്രയാങ്കിൾ എന്ത് പേര് കൊടുത്തു? ABC അല്ലേ? ഇക്വേഷൻ എന്താ വരിക? πr²/2 എന്നല്ലേ എഴുതുന്നത്? അല്ലേ? ഇവിടെ എങ്ങനെ എഴുതുന്നത്? ഇത് AB എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ അല്ലേ? AB എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. അപ്പൊ എങ്ങനെ എഴുതും നമ്മൾ ഇവിടെ? ഇക്വേഷൻ എങ്ങനെ എഴുതും? ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ആണ് അല്ലേ? πr²/2 ആണ്. ഏരിയ ഓഫ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? πr²/2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ സെമി സർക്കിൾ ഉണ്ടല്ലോ, ഈ വരുന്ന സെമി സർക്കിൾ, ഇതിനെ എങ്ങനെ എടുക്കും നമ്മള്? π × half of AB അല്ലേ? half of AB the whole square. half of AB എങ്ങനെ എഴുതും? half by 2ന്റെ സ്ക്വയർ എടുക്കുമ്പോ 1/4 ഒന്നും ആവത്തില്ലേ? ഇവിടെ പറഞ്ഞ ഇങ്ങനെ പോവാം. അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആവും. അതിനുള്ള ടൈം ഇല്ലല്ലോ. നോക്കിയേ, സെറ്റാണ്. എവിടെ നോക്കി എല്ലാരും അങ്ങ് പോവാണേ. പോയോ? ഇതെന്താ പറയാ? ഹാഫ് അല്ലേ? ഇൻറ്റു ഹാഫിന്റെ സ്ക്വയർ എന്താ വരും? 1/4 AB. ക്ലിയർ അല്ലേ? ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 1 × 1 1. 4 × 8 8. 4 × 2 എന്താ? 8 വരും. 1/8 π AB. ഇതാണ് ഫസ്റ്റിലെ കിട്ടുന്നത്. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? ഓക്കെ, എ ബി സ്ക്വയർ ഉണ്ട്, എ ബിക്ക് സ്ക്വയർ ഉണ്ടല്ലോ. 1/8 എ ബി സ്ക്വയർ. സെറ്റ് അല്ലേ പറഞ്ഞ കാര്യം? എടുത്തത് മനസ്സിലായോ? ഓക്കെ, 1/2 പൈ ഹാഫ് എ ബി സ്ക്വയർ. 1/2 അതേപോലെ എഴുതി, പൈനെ അതേപോലെ എഴുതി, ഹാഫിന്റെ സ്ക്വയർ 1/4, എ ബിയുടെ സ്ക്വയർ എ ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 2 into 4 എന്താ വരും? 8. 1 into 1 എന്താ? 1. 1/8 പൈ എ ബി സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമ്മൾ രണ്ടാമത് എടുക്കുന്നത് ഇയാളെ, ഈ സെമി സർക്കിളിനെ എ സി എസ് എ ഡയമീറ്റർ. ഇപ്പൊ നമ്മൾ എന്താ എടുത്തത്? എ ബി എസ് എ ഡയമീറ്റർ ആക്കിയാണ് എടുത്തത്. ഇവിടെ എ ബി എസ് എ ഡയമീറ്റർ ആണ് എടുത്തത്. ഇനി ഇവിടെ ആരെയാണ് എടുക്കുന്നത്? എ സി എടുക്കും. എ സി എസ് എ ഡയമീറ്റർ, എ സി ഡയമീറ്റർ ആക്കി എടുത്താൽ എങ്ങനെയാന്ന് പറഞ്ഞേ? ഏരിയ എങ്ങനെ വരുന്നത്? എ സി ഡയമീറ്റർ ആക്കി, ഇതാണ് ഡയമീറ്റർ, ഇതല്ലേ സെമി സർക്കിള്. അപ്പൊ എങ്ങനെ വരുമെന്ന് പറഞ്ഞേ? അവിടെ ഇക്വേഷൻ എന്ത് തന്നെയാ? പൈ ആർ സ്ക്വയർ ബൈ 2. പൈ ഹാഫ് പൈ എങ്ങനെ എടുക്കുക? ഹാഫ് പൈ ഇൻറ്റു ഇവിടെ ആരെ എടുക്കുക? ഹാഫ് എ സി സ്ക്വയർ, ഹാഫ് എ സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് പൈ ഇൻറ്റു ഹാഫിന്റെ സ്ക്വയർ 1/2 എ സി സ്ക്വയർ. ആൻസർ ഈസ് 1/8 പൈ എ സി സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഡയമീറ്റർ ആരാ? ബി സി. ബി സി ഡയമീറ്റർ, ബി സി ഡയമീറ്റർ എടുത്താൽ വീണ്ടും ഏരിയ പൈ ആർ സ്ക്വയർ. ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്ന ഒരു സെറ്റ് അല്ലേ? പൈ ആർ സ്ക്വയർ. ഇവിടെ എങ്ങനെ എടുക്കുക? ഹാഫ് പൈ ഇൻറ്റു ഹാഫ് ബി സി സ്ക്വയർ. ഹാഫ്, ക്ലിയർ അല്ലേ? ഹാഫ് പൈ ഇൻറ്റു 1/4 ബി സി സ്ക്വയർ. അവിടെ എന്ത് കിട്ടാം? 1/8 പൈ ബി സി സ്ക്വയർ. ഈ പറഞ്ഞ കാര്യം സെറ്റായ ആദ്യം നമ്മൾ എന്താ എടുത്തു? ബ്ലൂ റെഡിന്റെയും ബ്ലൂവും റെഡും കൂടി കൂട്ടിയാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടണം. ഇതിനകത്തോട്ട് നമ്മൾ വരിക, ഇവിടെയാണ് ആ ബ്ലൂവും ആ റെഡും കിടക്കുന്നത്. ആദ്യം നമ്മൾ എ ബിയെ ഡയമീറ്റർ ആക്കി എടുത്തു. എ ബിയെ മീറ്റർ ആക്കി എടുക്കുമ്പോൾ ഏരിയ വരുന്നത് പൈ ആർ സ്ക്വയർ ബൈ 2, അതായത് ഹാഫ് പൈ ഇൻറ്റു ഹാഫ് എ ബി. എ ബി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, എന്ന് പറഞ്ഞാൽ എന്താ? എ ബിയുടെ പകുതി. എ ബി സ്ക്വയർ എന്ന് കൊടുക്കുന്നു, അത് ഇൻറ്റു ചെയ്യുമ്പോൾ 1/8 പൈ എ ബി സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി ഇതിനെ എ സിയെ ഡയമീറ്റർ ആക്കി എടുത്താൽ അത് നമുക്ക് എന്ത് കിട്ടും? 1/8 പൈ എ സി സ്ക്വയർ. ഇനി അടുത്ത ആരെ എടുക്കുന്നത്? ബി സി. അതായത് ഈ 3 ലൈനും ആദ്യം എ ബി എടുക്കുന്നു, പിന്നെ എടുക്കുന്നത് എ സി എ ആണ്, പിന്നെ എടുക്കുന്നത് ബി സി എ ആണ്. ഇതാണ് സംഭവം. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കില്ലേ? ക്ലിയർ അല്ലേ? കാര്യം സെറ്റ് അല്ലേ? ഇനി നോക്കി, ഇനി അടുത്ത നമുക്ക് ഇനി എന്താ ചെയ്യണം? പൂജയിലോട്ട് പോവാ. ഇത് എഴുതിയെടുക്കാം, ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നോക്കിയേ, റബ്ബ് ചെയ്യട്ടെ. എന്താ കിട്ടിയത്? എ ബി ഡയമീറ്റർ ആക്കി എടുത്തപ്പോൾ എന്താ ഏരിയ കിട്ടിയ? ഇക്വേഷൻ എന്ത് വരുന്നു? ഹാഫ് പൈ, അല്ല ഹാഫ് പൈ അല്ല, ഹാഫ് 8 ആ, അല്ല 1/8 അല്ലേ കിട്ടിയ? 1/8 പൈ എ ബി സ്ക്വയർ അല്ലേ കിട്ടിയ? രണ്ടാമത് എ സി എടുത്തപ്പോൾ 1/8 പൈ എ സി സ്ക്വയർ. ഇനി ബി സി എടുത്തപ്പോൾ 1/8 പൈ ബി സി സ്ക്വയർ. സെറ്റ് അല്ലേ? നമ്മൾ ഇങ്ങനൊരു ഇത് കാര്യം പഠിച്ചിട്ടുണ്ടല്ലേ? എന്താ പൈതഗോറസ് പഠിച്ചിട്ടുള്ളത്? എ ബി സി. ഇതെന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇത് 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ്, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആരാ? ഹൈപ്പോട്ടീനിയസ് അല്ലേ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ആരാ? ഹൈപ്പോട്ടീനിയസ്. ഇതിന് നമ്മൾ എന്തായിട്ട് എടുത്തു? ബേസ്. ഇതിന് എന്തായിട്ട് എടുത്തു? ഓൾജിറ്റ്യൂഡ്. ഇങ്ങനെ വന്നാൽ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യല്ലേ നമ്മള്? ഇവിടുത്തെ അതേ 90 ഡിഗ്രി ആരാന്ന് നോക്കിയേ. നമ്മൾ ഇവിടെ പഠിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ 90 ഡിഗ്രി ആരാ? സർക്കിളിൽ നിന്നുള്ള ഡയാമീറ്റർ
സർക്കിളിൽ പോയി ടച്ച് ചെയ്യുന്ന ആരാ? ഇയാൾ എന്താ? 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഇതാര്? ഹൈപ്പോട്ടീനിയസ് അല്ലേ? അപ്പൊ നമ്മൾ എ ബി എന്താക്കി എടുക്കുന്നു? ഹൈപ്പോട്ടീനിയസ്. കാരണം ഇതാണ് എന്ത്? 90 ഡിഗ്രി. ഇതിനെ എന്താക്കി എടുക്കുന്നു? ഹൈപ്പോട്ടീനിയസ് ആക്കി എടുക്കുന്നു അല്ലേ? ഇത് ഹൈപ്പോട്ടീനിയസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടാനുള്ള ഇക്വേഷൻ എന്തുവാ? എങ്ങനെയാലും ഹൈപ്പോട്ടീനിയസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ലേ? ഇവിടെ നോക്കേ, ഇതൊരു ഹൈപ്പോട്ടീനിയസ് അല്ലേ? എ ബി അല്ലേ? എ ബി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ വരത്തില്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അങ്ങനെയാണെങ്കിൽ എ ബി സ്ക്വയർ ഇവിടെ എത്രയാ നമുക്ക് കിട്ടിയിരിക്കുന്നത്? നോക്കിയേ, എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാ? ഹാഫ് ബൈ എ ബി സ്ക്വയർ അല്ലേ? ഇത് രണ്ടും കൂടി നോക്കിയേ, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇതല്ലേ വരുന്നത് നമുക്ക്? ക്ലിയർ അല്ലേ പറയാ? എ ബി ഡയമീറ്റർ ആയാലും എന്താ വരാ? 1/8 ബൈ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടി കൂട്ടിയേ ഇപ്പോ 1/8 ബൈ എ സി സ്ക്വയർ പ്ലസ് 1/8 ബൈ ബി സി സ്ക്വയർ. രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 1/8 ഉണ്ടല്ലോ, പൈ ഉണ്ടല്ലോ. ഇനി ആരാ ഇല്ലാതെ? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ? എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്താണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്? എ ബി സ്ക്വയർ എന്നല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 1/8 പൈ, ഇതിന് പകരം ആരെ എഴുതാം? എ ബി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? മനസ്സിലായി? ഇത് ഞാൻ വായിക്കട്ടെ ഇനി. നോക്കി, അത് നമുക്ക് കിട്ടിയില്ലേ? ഇതിന്റെ അർത്ഥം എന്താ? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ആരെ കിട്ടും? എ ബിയെ കിട്ടും. ഐഡിയ മനസ്സിലായ? ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ ഏതിന്റെ ഈക്വലാണ്? ഈ ഈക്വലാണ് അല്ലേ? അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ ഏത് രണ്ടും കൂടി? ഇതും ഇത് മൊത്തം ഈ സെമി സർക്കിളും കൂടി കൂട്ടിയപ്പോൾ ഈ വലിയ സെമി സർക്കിളിന് ഈക്വൽ അല്ലേ? ഈക്വൽ അല്ലേ? അപ്പൊ ഏരിയ ഓഫ് സ്മാൾ സെമി സർക്കിൾ ഈക്വൽ ടു ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ. ഈ പറഞ്ഞ ആര് സെറ്റ് അല്ലേ? ക്ലിയർ ആയത് കണ്ടോ? നമ്മൾ കണ്ടുപിടിച്ച രണ്ടും കൂടി എന്ത് ചെയ്തു? ആഡ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യം നമ്മൾ കണ്ടുപിടിച്ച എ ബി, അത് ഡൗട്ട് ഉണ്ടോ? ഇല്ല. എ സി എസ് ഡയമീറ്റർ 1/8 പൈ എ സി സ്ക്വയർ കിട്ടിയത് ഓർമ്മയുണ്ടോ? എ സി എടുത്തപ്പോൾ 1/8 പൈ ബി സി സ്ക്വയർ കിട്ടിയത് ഓർമ്മയില്ലേ? ഇനി അതിന് നമ്മൾ ഇത് 90 ഡിഗ്രി ആണ്, ആംഗിൾ ഓഫ് സെമി സർക്കിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്ത് വരും? ഹൈപ്പോട്ടീനിയസ്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ അല്ലേ? ആ എ സി സ്ക്വയറിനും ബി സി സ്ക്വയറും നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അതിനുവേണ്ടി ഈ രണ്ട് ഡയമീറ്ററിനെയും കൂടി നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഈ രണ്ടിനെയും കൂടി നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആരെ കിട്ടി? എ ബി എസ് ഡയമീറ്റർ ലാർജ് സെമി സർക്കിൾ കിട്ടിയില്ലേ? അപ്പൊ ലാർജ് സെമി, ഇത് വായിക്കട്ടെ ഇനി. ഇത് മനസ്സിലായല്ലോ? ലാർജ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? രണ്ട് സെമി സർക്കിളിനും ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് രണ്ടും ഇതും കൂട്ടിയാൽ നമുക്ക് ഏത് കിട്ടും? ഈ സെമി സർക്കിൾ കിട്ടും. സെറ്റാണല്ലോ ഇത്രയും പറഞ്ഞ കാര്യം? ഡൗട്ട് ഇല്ലല്ലോ? നമ്മളെ പോയിന്റിലോട്ട് വന്നിട്ടില്ല, ഇനിയാണ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് കിട്ടേണ്ട ഏതാ? ഇതിന് ഈക്വലാണെന്നാണ് കിട്ടണ്ടേ? അല്ല, ഇത് മൊത്തത്തിലും ഇതും പിന്നെ ഇതുവാ നമുക്ക് കിട്ടേണ്ട അതാണോ? അല്ല, നമുക്ക് കിട്ടേണ്ടത് ഏതാ? യൂണിയൻ ഇവിടെ ഏത് കൊടുക്കുവാണ്? എ, ഇത് ബി, ഇത് ഈ സെമി സർക്കിള് സി, ഈ സെമി സർക്കിളിന് ബി എന്ന് കൊടുക്കുന്നു. നമുക്ക് കിട്ടേണ്ട എന്തുവാ? ഇതിന്റെ ഏരിയ എ എന്ന് കൊടുക്കുന്നു. ബിഗ് എ. നമുക്ക് കിട്ടേണ്ടത് എന്തുവാ? എയും ബിയും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? എ കിട്ടണം. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്തുവാ? എയും സിയും ബിയും ഡിയും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടി? എ സി ഡി. അതല്ലേ കിട്ടിയ?
അല്ലേ? ഈ സെമി സർക്കിൾ ഏതൊക്കെ ചേരുന്നതാ മക്കളെ എന്ന് പറ. ഈ സെമി സർക്കിൾ ഏതൊക്കെ ചേരുന്നതാ? എയും സിയും ബിയും, അതല്ലേ? അത് കിട്ടുന്നത് ഏതൊക്കെ കൂട്ടുമ്പോഴാണ് നമുക്ക്? എ പ്ലസ് സിയും ബി പ്ലസ് ഡിയും കൂടി കൂട്ടുമ്പോഴല്ലേ? കത്തിയ ഐഡിയ കത്തിയ കൂട്ടുണ്ടാവുകയില്ല. ഈ സെമി സർക്കിൾ ഏതൊക്കെയാ? ഈ സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേരുന്നതാ? ഓരോന്ന് നോക്കി പറ. ഇതല്ലേ സെമി സർക്കിള്? ഏതൊക്കെ ചേരുന്ന ഈ സെമി സർക്കിൾ? ഇത് എ ഉണ്ട്, സി ഉണ്ട്, ബി ഉണ്ട്. സെറ്റ് അല്ലേ ഈ കാര്യം? ഇതാണ് എന്ത്? ലാർജ് സെമി സർക്കിൾ അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. എ പ്ലസ് സി പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടു സ്മാൾ സെമി സർക്കിൾ എന്ന് പറഞ്ഞ ഏതാ? ആദ്യത്തെ ഈ സെമി സർക്കിൾ, ഇങ്ങനെ നടക്കുന്ന സെമി സർക്കിൾ അല്ലേ? അതിനകത്ത് ആരാ വരുന്നത്? എയും സിയും അല്ലേ? അത് ഏതൊക്കെ ചേരുന്നതാ? ഈ ഭാഗം എയും ചേരുന്നുണ്ട്, സിയും ചേരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതി? എ പ്ലസ് സി. അടുത്ത സെമി സർക്കിൾ ഏതാ? ഈ ചരിഞ്ഞ് നടക്കുന്നതല്ലേ? ഇങ്ങനെ നടക്കുന്നത് അതേതാ? സി ബി. അതിനകത്ത് ആരൊക്കെ ഉണ്ട്? ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ ആരൊക്കെ ചേരുന്നതാണ്? ബി പ്ലസ് ബി. ക്ലിയർ അല്ലേ മക്കളെ? ഇതിനകത്ത് സി ഇല്ലേ? ഇതിനകത്ത് സിയും ഇതിനകത്ത് സിയും കട്ട് ചെയ്ത് പോയില്ലേ? ഇതിനകത്ത് ആരുണ്ട്? ഡി ഉണ്ട്. ഇതിനകത്ത് ആരുണ്ട്? ഡി ഉണ്ട്. അപ്പൊ ഇവിടെ ആരാ വരുന്ന ബാക്കി? എ ഫിസിക്കൽ. ഇവിടെ ആരൊക്കെ ഉണ്ട്? എ പ്ലസ് ബി. ഓക്കെ, എ പ്ലസ് ബി. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈ എക്കും ഈ ബിയും കൂടി കൂടിച്ചേരുമ്പോൾ ഏത് കിട്ടുമെന്ന്? ഏരിയ കിട്ടുമെന്ന്. ദാണ്ടെ കിട്ടിയല്ലോ, കിട്ടിയല്ലോ. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. Hence it is proved. സംഭവം സിമ്പിൾ. ഐഡിയ കിട്ടിയാൽ പോയിട്ടാണ് ഇങ്ങനെ പോകും. എവിടെയെങ്കിലും വെച്ച് ഒന്ന് പോയാൽ തിരിഞ്ഞു. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം.